If there's any mistake, sorry for that. ശമൂവേൽ Part C. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്തു അതിനെ ഏബൻ ഏസേരിൽ നിന്നു അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്തു ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞുകിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി അസ്തോദിലും അതിന്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അവർ ആളയച്ച് ഫിലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിനു അവർ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോന്യർ നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിലവിളിച്ചു. അവർ ആളയച്ച് ഫിലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം. അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു, അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീനെന്ന് പറഞ്ഞു. അതിനു അവർ, നിങ്ങൾ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ടു നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്ത് എന്ന് ചോദിച്ചതിനോ അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിന് ഒത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്. ആകയാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്നും വീട്ടിൽ മടക്കിക്കൊണ്ടുപോകുവീൻ. പിന്നെ യഹോവയുടെ പെട്ടകമെടുത്ത് വണ്ടിയിൽ വെപ്പീൻ. നിങ്ങളവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പിടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവീൻ, അത് ബേത്ത്ശേമെശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, എതിർച്ചയാ നമുക്ക് ഭവിച്ചതത്രേ എന്നു അറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമെശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടെ തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമെശിന്റെ അതിർ വരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമെശ്യർ താഴ്വരയിൽ ഗോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശ്യനായ യോശുവയുടെ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശേമെശ്യർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഐവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. കിര്യാത്ത് യയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അമീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യാത്ത് യയാരാമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു.
അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കൈയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ചു പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട ഫെലിസ്ത്യരെ പിന്തുടർന്നു ബേത്കാരിന്റെ താഴെ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു അതിനു ഏബെനേസർ എന്ന് പേരിട്ടു. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തിവന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. Thank you very much for watching Little Lamb.